ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പപ്പിമോൾ സത്യയോട് പറയാ, എൻ്റെ സത്യ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, എന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്യ്. വേണ്ട പപ്പി, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ അപ്പോൾ അച്ഛനാണെന്നും പറഞ്ഞ് ഇത്രയും നാളും സംസാരിച്ചത് പപ്പിയോടായിരുന്നില്ലേ? അച്ഛൻ വന്നാലേ സത്യ ഭക്ഷണം കഴിക്കൂന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ സത്യ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ സത്യയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല. അപ്പോഴെൻ്റെ അച്ഛൻ്റെ ശബ്ദത്തിൽ പപ്പിയാണ് സംസാരിച്ചതെങ്കിലേ അപ്പോഴൊന്ന് സ്കൂളിൽ എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് അവാർഡ് മേടിക്കാൻ വന്നത് ആരാ? സത്യയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ പപ്പി നിന്ന് വിഷമിക്കുക. പറ പപ്പി, പറഞ്ഞേ പറ്റൂ, അതാരാന്നാ ചോദിച്ചേ? എനിക്കറിയില്ല സത്യേ, സത്യമായിട്ടും എനിക്കറിയില്ലേ. അതെല്ലാം ചേച്ചിയമ്മ നോക്കിക്കോളാന്നാ എന്നോട് പറഞ്ഞത്. അതാരാ വന്നതെന്ന് പറയാൻ ചേച്ചിയമ്മയ്ക്ക് മാത്രമേ പറ്റൂ. പപ്പി, അപ്പോഴെൻ്റെ അമ്മയും കൂടെ ചേർന്നാണ് ഇതെല്ലാം ഒപ്പിച്ചതല്ലേ? ഞാൻ പോവുക, ഞാൻ എല്ലാ കാര്യങ്ങളും പോയി ശാരദാമ്മയോട് പറയാൻ പോവാ എന്നും പറഞ്ഞ് സത്യമോള് സ്കൂൾ ബാഗും അവിടെ കളഞ്ഞിട്ട് അങ്ങ് ഓടിപ്പോവാണ്. സത്യയെ അവിടെ നിൽക്കുക, സത്യയെ അവിടെ നിൽക്കുന്നും പറഞ്ഞ് പപ്പിമോള് പുറകെ ഓടുന്നുണ്ട്. ഇല്ല പപ്പി, ഞാൻ നിൽക്കില്ല, എനിക്കറിയണം അന്ന് സ്കൂളിൽ വന്നത് ആരാണെന്ന് എനിക്കറിയണം. എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ, എനിക്കൊരച്ഛനുണ്ടോ എന്നൊക്കെ എനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യമോൾ ഓടുവാണ്. സത്യയെ പോവല്ലേ, നിക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സത്യ, പ്ലീസ്. സത്യ ഓടല്ലേ, അവിടുന്ന് നിക്ക്. പപ്പിമോൾ എത്ര വിളിച്ചിട്ട് നിൽക്കാതെ സത്യ അങ്ങ് പോവുകയാണ്. പപ്പിമോൾ അവിടെ നിന്ന് ആകെ വിഷമിക്കുവാണ്. എൻ്റെ കൃഷ്ണ, എന്നെ ഇപ്പൊ വിളിക്കാൻ വണ്ടിയും വരുമല്ലോ. സത്യ ഒറ്റയ്ക്ക് ഓടിയും പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സത്യയ്ക്ക് ഒരു ആപത്തും വരാതെ അവളെ വീട്ടിൽ എത്തിച്ചേക്കണേ എൻ്റെ ഭഗവാനെ. അങ്ങനെ പപ്പിമോൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുമ്പോൾ അനു അങ്ങോട്ട് വരുന്നുണ്ട് സത്യമോളെ വിളിക്കാനായിട്ട്. അനു വന്ന് പപ്പിമോളോട് ചോദിക്കുന്നു, പപ്പിമോളെ സത്യ എവിടെ? അത് സത്യ എന്നോട് വഴക്കിട്ടിട്ട് ഇവിടുന്ന് ഓടിപ്പോയിരിക്കുക. അയ്യോ, വഴക്കുണ്ടാക്കിയെന്നോ? ആ അതെ, എവിടേക്കാ പോയെന്ന് അറിയില്ല. മോള് സങ്കടപ്പെടണ്ട, നമുക്ക് നോക്കാം. അനു പപ്പിമോളോട് ചോദിക്കുന്ന, അല്ല മോളെ വിളിക്കാൻ ആരും വന്നില്ലേ? ഇല്ല ആൻറ്റി, വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. എന്നാ മോൾ ആൻറ്റിയോടൊപ്പം വാ, ആൻറ്റി മോളെ ശാരദാമ്മയുടെ അടുത്താക്കാം. അവിടുന്ന് ആരെങ്കിലും മോളെ കൊണ്ടുപോയി മോളുടെ വീട്ടിലാക്കും. പോകുന്ന വഴിക്ക് നമുക്ക് സത്യം നോക്കുകയും ചെയ്യാം. എന്നാ ശരി ആൻറ്റി എന്നും പറഞ്ഞ് പപ്പിമോൾ അനുവിനോടൊപ്പം കാറിൽ കയറി പോവുകയാണ്. നമ്മുടെ വിഷ്ണുവും കമലനും കൂടെ കടൽ തീരത്ത് വന്ന് നിന്നോണ്ട് വിഷ്ണു കമലിനോട് ചോദിക്കുന്നു, എടാ കമല, നീ ഇപ്പൊ എന്തൊക്കെ പണിയാടാ എടുക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല ആശാനെ, കാശ് കിട്ടുന്ന എന്ത് പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് പണിയും ചെയ്യും. കാശ് കിട്ടിയാൽ പോരെ? കുറച്ച് മെറ്റൽ കൂട്ടാനുണ്ടായിരുന്നു, ഞാൻ 500 പറഞ്ഞു, പക്ഷെ 400 ഓക്കെ ആയി. 2 മണിക്കൂറിൽ പണി തീർത്തു. അങ്ങനെ 100ന്റെ 4 നോട്ട് പോക്കറ്റിൽ വീടാൻ വെറും 2 മണിക്കൂർ. എന്താശാനെ, സംഗതി ലാഭമല്ലേ? വിഷ്ണു ചോദിക്കുകയാണ്, നീ ശരിക്കും ഈ ലൈഫ് ആസ്വദിക്കുകയാണല്ലേ? ആ സന്തോഷം നിന്റെ മുഖത്ത് കാണാനും ഉണ്ട്. എനിക്കില്ലാത്തതും അതൊക്കെ തന്നെയാണ്. എല്ലാം ശരിയാവും ആശാനെ, കുറെയൊക്കെ കലങ്ങി തെളിഞ്ഞല്ലേ, ഇനിയും തെളിയും. എൻ്റെ ആശാനെ, ചേട്ടത്തിയമ്മ ആശാനോടൊപ്പം ജീവിക്കുമ്പോഴേ ഈ സന്തോഷക്കുറവൊക്കെ അങ്ങ് മാറും. അല്ല, ആശാൻ ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. എടാ കമല, ഒരു വീട് വേണം, അത്യാവശ്യം കുറച്ച് വലിയ വീട് തന്നെ ആയിക്കോട്ടെ. വാടക ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, പെരുമാറാനൊക്കെ ഇച്ചിരി സൗകര്യമൊക്കെ ഉള്ളൊരിടം വേണം. കോട ആശാനേക്കായി, അതേതായാലും നന്നായി. ഒടുവിൽ 2 പേരോട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയല്ലോ. എന്തായാലും നിങ്ങൾ എടുത്തിരിക്കുന്ന നല്ലൊരു തീരുമാനമാണ്. അതിന് 2 പേർക്കും ഈ കമലന്റെ വക ഒരു പ്രത്യേക ആശംസ അറിയിക്കുന്നു. എടാ കമല, അത് എനിക്കും ശാലിനിക്കും വേണ്ടി എടുക്കുന്ന വീടല്ല. പിന്നെ ആർക്കാ ആശാനെ? എടാ, അത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി എടുക്കുന്ന വീടാ. കമലനൊന്നും മനസ്സിലാകുന്നില്ല, എന്തോ ഈ ആശാൻ പറയുന്നത്. എടാ, അത് അവർക്ക് താമസിക്കാൻ വേണ്ടി എടുക്കുന്ന വീടാ. അത് ഇപ്പോൾ താമസിക്കുന്ന വീടിനേക്കാൾ കുറച്ച് നന്നായിരിക്കണമെന്നൊരാഗ്രഹം. അമ്മയ്ക്കും അച്ഛനും ആ വീടൊരു കുറവായിട്ട് തോന്നരുത്, അതിനു വേണ്ടിയിട്ടാ നല്ലൊരു വീടെടുക്കണമെന്ന് പറഞ്ഞ്. ആശാനെ, അപ്പം നമ്മുടെ വീടോ? അതിനെന്ത് പറ്റി? അതിപ്പം ജപ്തിയാകൂടാ. ജപ്തിയോ? ആശാൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കും ആദ്യം ഒന്നും മനസ്സിലായില്ലടാ. രോഹിത് നടത്തിയ ഒരു ബിസിനസ് മൂലം എല്ലാം കൈവിട്ട അവസ്ഥയിൽ നിൽക്കുക. ഏതു സമയവും ജപ്തി ഉണ്ടായേക്കും. അതിനു മുൻപ് അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ ഒരു വീട് കണ്ടുപിടിച്ചേ പറ്റൂ. എടാ, എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ നിന്നോടല്ലാതെ ആരോടാടാ പറയുന്നത്? എൻ്റെ ആശാനെ, ആശാൻ വിഷമിക്കാതെ. നമ്മളിപ്പം 100 നിന്നുകൊണ്ട് ഉടനെ തന്നെ ഇപ്പം വീട് കണ്ടുപിടിക്കുന്നു. എൻ്റെ ആശാൻ ഒരു തരത്തിലും സങ്കടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. ആ ആശാനെ ഞാൻ കൈവിടുവോ? നമ്മൾ താണ്ട വീടിനായിട്ടുള്ള അന്വേഷണം ദാ ഇപ്പം തുടങ്ങുന്നു. ആശാനെ, പിന്നൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ വീടിനേക്കാൾ കുറച്ച് വലിയ വീടൊക്കെ ആകുമ്പോഴേ വാടകയൊക്കെ കുറച്ച് കൂടുതലാകില്ലേ? അതെങ്ങനെങ്കിലും ഒക്കെ കൊടുക്കാവിടാ. ഈ കാശും പണമൊക്കെ വരികയും പോവുകയും ഒക്കെ ചെയ്യും. പക്ഷെ മനസ്സുകൊന്നൊന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണവിടാ. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിനൊപ്പം എനിക്ക് വളരാനായില്ലെങ്കിലും മാന്യമായി ജീവിക്കാനുള്ള അവരുടെ അവകാശമെങ്കിലും ഞാൻ നടത്തി കൊടുക്കണ്ടേ? ഇന്നലെ വരെ അവർ കിടന്നത് മെത്തയില.
ഇനിയും അതുപോലെ തന്നെ അവർ ജീവിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം ഈ വിഷ്ണുവിനാ. അല്ലെങ്കിലും വാടക വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആശാൻ അല്പം ക്ഷീണമാകും. എന്നാലും കുഴപ്പമില്ലടാ, അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്കില്ല. നോക്കാടാ, പിന്നെ അവർ മാത്രമല്ലല്ലോ ആ വീട്ടിൽ നിൽക്കുന്നത്. രോഹിത്തും ശ്യാമയും പപ്പിമോളും എല്ലാം ഉണ്ടല്ലോ. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ആശാനെ വീടൊക്കെ എടുത്തു കൊടുക്കുന്നത് നല്ലതാ, അത് ആവശ്യവുമാ. പക്ഷെ ആശാനെ ചതിച്ച ആ രോഹിത്തിനെ ഇനി കൂടെ നിർത്തുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അവൻ മൂലമാണല്ലോ ആശാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എടാ കമല, അതിനുള്ള മൂളയൊന്നും അവനില്ലടാ. അതിൻ്റെ ബ്രെയിൻ വേറെയാ. ഉപേന്ദ്രൻ എൻ്റെ അച്ഛൻ്റെ അനിയനാ. പക്ഷെ അയാളിപ്പോൾ കാലൻ്റെ രൂപത്തിലാണ് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവനെ എറിഞ്ഞിടണം ആശാനെ. എൻ്റെ ആശാന്റെ ആ പഴയ വിശ്വരൂപം ചെറുതായിട്ടെങ്കിലും അയാളെ ഒന്ന് കാണിക്കണ്ടേ? കാണുന്നുണ്ട് ഞാൻ. എൻ്റെ വിശ്വരൂപം കാണിക്കാൻ വേണ്ടി മാത്രമല്ല, രക്തത്തെ ചതിച്ചാൽ തിരിച്ചു കിട്ടാൻ പോകുന്ന പണിക്ക് പൊടിയുന്നത് രക്തം തന്നെയാണെന്ന് അയാളെ ഒന്ന് അറിയിക്കാൻ. കാണുന്നുണ്ട് അയാളെ ഞാൻ നല്ല വെടിപ്പായിട്ട് തന്നെ. അനുവും പപ്പിമോളും ഇങ്ങനെ കാറി സത്യം നോക്കി വരികയാണ്. വഴിയിലെങ്ങും സത്യമോളെ കാണുന്നില്ല. പിള്ളച്ചേട്ടൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിനി ഇങ്ങനെ ശാരദാമ്മയോട് പറയുവാണ്. സത്യാമ്മ ആഭരണങ്ങളൊക്കെ വിൽക്കാനൊരുങ്ങുന്നു. നീ എന്തുവാ ശാലിനി ഈ പറയുന്നേ? അത്രയ്ക്ക് ദാരിദ്ര്യമായോ സത്യാമ്മയ്ക്ക്? എൻ്റെ അമ്മയെ, സത്യാമ്മ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയെന്നാ പിള്ളച്ചേട്ടൻ പറഞ്ഞത്. ആഭരണങ്ങളൊന്നും ഇല്ലാതെ അമ്മ സത്യാമ്മയെ കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല മോളെ. എന്നും അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിൽ സന്തോഷം കാണുന്നവരല്ലേ അവര്. ഒരാളെയും കൂസാതെ തൻ്റെ ഇടം കാണിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീ. അവർക്കിങ്ങനെ പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവരും കരുതിയിട്ടുണ്ടാവില്ലല്ലോ. കാര്യം നമ്മളെ ദ്രോഹിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ സത്യാമ്മയുടെ സ്ഥാനം ഏറ്റവും മുന്നിൽ തന്നെയാണല്ലോ. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട. ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ട ആപത്ഘട്ടത്തിലാണ്. അത് മോള് കൊടുക്കണം. അതിന് കാശായിട്ടാണെങ്കിലും മറ്റെന്തെങ്കിലും സഹായമായിട്ടാണെങ്കിലും മോളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. വിഷ്ണുവിനെയും അവൻ്റെ അച്ഛനെയും ഒക്കെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് നമ്മുടെ ശ്യാമയുടെ വീടും കൂടെ അല്ലേ. അത് നഷ്ടപ്പെടുകയും ജപ്തിയാകുകയും എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണത്. മോളെ, വേണ്ടി വന്നാൽ ഈ വീട് വിറ്റിട്ടായാലും ഒരു സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അമ്മേ, നമ്മൾ ഈ പറയുന്നതൊന്നും സത്യാമ്മ അംഗീകരിക്കില്ല. ആ മനസ്സ് മുഴുക്കെ ഇപ്പോഴും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ സഹായിക്കാമെന്ന് പറയുന്നതൊക്കെ നമുക്കെതിരായിട്ടേ സത്യാമ്മ വിചാരിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്നൊരു സഹായം വാങ്ങി അവരൊരിക്കലും ഇതിനൊരു പരിഹാരം കാണില്ല. ജപ്തി എങ്കിൽ ജപ്തി, അത് നടക്കട്ടെന്നേ അവർ പറയൂ. സത്യാമ്മ അങ്ങനെ അഭിമാനവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ വീടിൻ്റെ പാട്ടിനങ്ങ് പോകും. വല്ല സ്വന്തക്കാരുടെയും വീട്ടിലെങ്ങാനും പോയി നിൽക്കാമെന്ന് വെച്ചാൽ അതും അവരുടെ ദുരഭിമാനം അതിന് സമ്മതിക്കത്തില്ലല്ലോ. വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇവരെ പോലെ ഓടി നടക്കാൻ പറ്റുമോ? പാവം, സത്യാമ്മയുടെ മുന്നിൽ എല്ലാ സങ്കടവും അടക്കി പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നും. ഓരോരുത്തർക്കും ഓരോ വിഷമമാ സർവേശ്വരൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആട്ടം നമ്മൾ ആടുക, അത്ര തന്നെ ഉള്ളു. അല്ല മോളെ, ഈ രോഹിത്തിനെ ഇങ്ങനെ വിട്ടാൽ മതിയോ? കുറേ ദിവസങ്ങളായി അവന് തോന്നിയ രീതിയിലാണ് നടക്കുന്നതെന്നാ ശ്യാമ വിളിച്ചപ്പോൾ പറഞ്ഞത്. വിഷ്ണു പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ലെന്ന്. ഇന്ന് അവർ രണ്ടുപേരുടെ രോഹിത്തിനെ കാണാൻ പോകുന്നുണ്ടമ്മേ. എന്താ അവൻ്റെ പ്രതികരണമെന്ന് അവർ പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റൂ. എൻ്റെ ശ്യാമയുടെ ജീവിതവും കയ്യാലപ്പുറത്തെ തേങ്ങാ പോലായല്ലോ എൻ്റെ ദേവി. ഇതിനും മാത്രം സങ്കടം അനുഭവിക്കാൻ ഞങ്ങൾ അമ്മയും മക്കളും എന്തു പാവമാ ഇത്രയും ചെയ്തത്. ശാലിനി പറയുവാ, ശാരദയും മക്കളെയും കണ്ണുനീര് കുടിപ്പിച്ച് മതിയായില്ലേ എന്ന് അമ്മ ഒരു പരിഭവത്തോടെ ദേവിയോടങ്ങ് ചോദിക്കും. എന്നും ദേവിയുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ. ഇടയ്ക്ക് ചില വഴക്കൊക്കെ ആകാം. ചിലപ്പോഴതൊക്കെ കേൾക്കുമ്പോഴേ ഒരല്പം ദുരിതമൊക്കെ ഒന്ന് കുറച്ച് തന്നാലോ. വലിയ സീനിയറായിട്ടുള്ള ഭക്തയല്ലേ, പറഞ്ഞു നോക്ക്, ചിലപ്പോൾ സാധിച്ചാലോ. എല്ലാം പറയുമ്പോൾ ഒന്നുകൂടി പറയണം, കരഞ്ഞ് ഞങ്ങളുടെ കണ്ണുനീര് വറ്റിയെന്നൂടെ പറയണം. കളിയാക്കിയൊന്നും വേണ്ട. നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത് തന്നെ ദൈവത്തിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇപ്പോഴത്തെ ദുരിതങ്ങളൊക്കെ ദേവി അങ്ങ് മാറ്റിത്തരും, അതെനിക്ക് ഉറപ്പുണ്ട്. ഈ സമയത്ത് ശാലിനിയുടെ ഫോണിലോട്ട് അനു വിളിക്കുന്നുണ്ട്. എന്താ അനു, എന്താ ഇത്ര വൈകുന്നേ? ഞാനിവിടെ എത്തി മേഡം. അത് സത്യമോള് പപ്പിയുമായി എന്തോ പറഞ്ഞ് വഴക്കായി. ഒറ്റയ്ക്ക് ബാഗ് പോലും എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നാ പപ്പിമോള് പറയുന്നത്. ഞാൻ വരുമ്പോൾ പപ്പിമോള് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സത്യം എങ്ങോട്ടാ പോയത്? എന്തായാലും അങ്ങോട്ടായിരിക്കും സത്യമോള് വരുന്നത്. ശ്യാമ ഇവിടെ പപ്പിമോളെ വിളിക്കാൻ വരാത്തത് കൊണ്ട് ഞാൻ പപ്പിയം കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ സത്യം നോക്കിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. ഇല്ലനു, ഇവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ എന്തായാലും വഴിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരെ. ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്. എന്താ മോളെ, എന്താ? അമ്മ സത്യ പപ്പിയുമായിട്ട് വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നെന്ന്. അയ്യോ, എന്നിട്ട്
ഇപ്പൊ കൊച്ചെവിടെ ഉണ്ടെന്നാ പറയുന്നേ? അനുവും പപ്പിയും കൂടി സത്യം നോക്കി വരുന്നുണ്ട്. ശ്യാമ പപ്പിയെ വിളിക്കാൻ ചെല്ലാത്തോണ്ട് പപ്പിയും കുട്ടിയാണ് അനു ഇങ്ങോട്ട് വരുന്നത്. എന്തൊക്കെയാ ഈശ്വരായി നടക്കുന്നത്? മോളെ നീ ഒന്ന് വേഗം ചെല്ല്. വഴിയിൽ എവിടെങ്കിലും വെച്ച് സത്യമോളെ കാണാതിരിക്കില്ലല്ലോ. അതല്ല ശ്യാമ എന്താ മോളെ കൊച്ചിനെ വിളിക്കാൻ പോകാഞ്ഞേ? അത് എനിക്കെങ്ങനെ അറിയാമേ എന്നിങ്ങനെ പറയുമ്പോ സത്യം ഇങ്ങനെ ദേഷിച്ച് നടന്നു വന്നോണ്ടിരിക്കുക. ദേ വരുന്നല്ലോ സത്യമോള്. സത്യയുടെ ആ വരവത്ര പന്തിയല്ലെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ശാലിനി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലുവാണ്. എന്തുവാ സത്യം നീ കാണിച്ചത്? അനുവാന്റി അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത്? എന്താ നീ ബാഗ് പോലും എടുക്കാതെ വന്നേ? ഒന്നും മിണ്ടാതെ സത്യം ഇങ്ങനെ ശാലിനിയെ തന്നെ തുറിച്ചു നോക്കുവാണ്. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തേ? സത്യമോളെ നീ വീണ്ടും പഴയതുപോലെ തുടങ്ങുവാണോ? സത്യ ഉടനെ ദേഷ്യത്തോടെ, എല്ലാരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? എന്തു പറ്റിച്ചു എന്നാ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? പപ്പി എന്നോടെല്ലാം പറഞ്ഞു എന്നിങ്ങനെ കേട്ടതും ശാലിനി അങ്ങ് ഞെട്ടിപ്പോയി. ശാരദാമ്മ ഇങ്ങനെ പേടിച്ചു നിൽക്കുവാണ്. എന്റെ അച്ഛന്റെ ശബ്ദത്തിൽ എന്നെ വിളിച്ചോണ്ടിരുന്നത് പപ്പിയാണെന്ന് ഞാൻ അറിഞ്ഞു. അമ്മയ്ക്കും അതൊക്കെ അറിയാമായിരുന്നില്ലേ? എന്താ മിണ്ടാത്തേ? പറയമ്മേ. അമ്മയ്ക്ക് അറിയായിരുന്നു ഇല്ലേ? അന്ന് സ്കൂളിൽ എന്റെ അച്ഛനായിട്ട് വന്നത് ആരാ? അമ്മയോടാ ചോദിച്ചത്. പറയമ്മേ, അതാരാന്ന്? ശരിക്കും എനിക്ക് അച്ഛനുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാ? അമ്മയോടല്ലേ ഞാൻ ചോദിക്കുന്നത്. പറയമ്മേ, അതാരാന്ന്? ശാലിനി ആകെ തകർന്നു നിൽക്കുവാണ്. മോളെ അത് പിന്നെ അമ്മ ഇനി കൂടുതലൊന്നും ഒളിക്കണ്ട, എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നടന്ന് ശാരദാമ്മയുടെ അടുത്തോട്ട് വന്നിട്ട്, പറ ശാരദാമ്മേ, ആരാ എൻ്റെ അച്ഛൻ? ഒന്നും പറയാനാകാതെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന ശാരദാമ്മയെ നോക്കി പറയുക. പറയില്ലേ? പറയണ്ട, എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന് എന്നും പറഞ്ഞ് സത്യമോള് ദേഷിച്ച് അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. ശാരദാമ്മ ശാലിനിയോട്, ചെല്ലടി, അവളെ പോയി സമാധാനപ്പെടുത്ത്. ഇത്രയും നാൾ അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അകലെയാണെങ്കിലും തൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഉറപ്പ്. ആ ഒരു ഉറപ്പാ ഇന്നിപ്പം നഷ്ടമായത്. അത് താങ്ങാൻ ആ കുഞ്ഞു മനസ്സിന് കഴിഞ്ഞെന്ന് വരില്ല. അവൾ കേട്ട ശബ്ദം, അവൾ കണ്ട രൂപം എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് നഷ്ടമായിരിക്കുന്നത്. ശാലിനി, നീ എന്തു പറഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല, കൊച്ചിൻ്റെ മനസ്സ് ശാന്തമാക്കണം. ഇനി വിഷ്ണുവാണ് അവളുടെ അച്ഛനെന്ന് അറിയിക്കേണ്ട സങ്കടാവസ്ഥയിലാണെങ്കിൽ അത് വിഷ്ണു തന്നെയാണ് അവളുടെ അച്ഛനെന്ന് അറിയിക്കുക തന്നെ വേണം. അതിന് നീ തയ്യാറായേ പറ്റൂ. കാരണം ആ മനസ്സ് അച്ഛന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാ. അച്ഛൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനും അങ്ങനെ ഒരുപാട് മോഹങ്ങൾ കൊണ്ട് നടക്കുന്ന മനസ്സാ അത്. അവളെ ഇനി സത്യങ്ങൾ മറച്ചു പിടിച്ച് വേദനിപ്പിക്കരുത്. നീ പറഞ്ഞാലേ അവൾ കേൾക്കൂ. നീ ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. ശാലിനി ചെന്ന് സത്യമോളോട്, മോളെ അമ്മ എന്നോട് മിണ്ടരുത്. അമ്മയും കൂടെ ചേർന്നായിരുന്നല്ലേ പപ്പിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? എൻ്റെ അച്ഛനാണ് എന്നെ വിളിക്കുന്നതെന്ന് കരുതി ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്ന് അമ്മയ്ക്കറിയാവോ? എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടെന്നോ? അതെല്ലാം വെറുതെ ആയില്ലേ? ആരാണ് എൻ്റെ അച്ഛനായിട്ട് വന്നത്? അത് അമ്മയ്ക്കും അറിയാം, ശാരദാമ്മയ്ക്കും അറിയാം. എല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? മോളെ, അമ്മ പറയുന്നത് ഒന്ന് കേക്ക്. അതൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. മോൾ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ പപ്പി അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. മോളുടെ സങ്കടം മാറ്റാനും ഭക്ഷണം കഴിപ്പിക്കാനും വേണ്ടി മാത്രമാണ് പപ്പി അങ്ങനെയൊക്കെ ചെയ്തത്. മോള് പിന്നെ അത് വലിയ കാര്യമാക്കി എടുത്തപ്പോൾ പപ്പിക്കത് നിർത്താനും പറ്റിയില്ല. മോളെ, ഇതൊക്കെ അമ്മ അറിയുമ്പോഴേക്കും മോൾ അച്ഛനാണെന്ന് കരുതി അത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്ന് വന്നത് എൻ്റെ അച്ഛനല്ലായിരുന്നല്ലേ? പറയമ്മേ, അതെൻ്റെ അച്ഛനായിരുന്നോ? ശാലിനി പൊട്ടിക്കരഞ്ഞോണ്ട് ശാരദാമ്മയെ നോക്കുന്നു. ശാരദാമ്മ, പറ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല, അന്ന് വന്നത് മോളുടെ അച്ഛനല്ല. എല്ലാരും കൂടെ പറ്റിക്കുമായിരുന്നല്ലേ? എങ്കിൽ പറ, എൻ്റെ അച്ഛൻ ആരാ? എനിക്ക് അച്ഛനുണ്ടോ? കൂട്ടുകാരൊക്കെ ഇതറിയുമ്പോൾ ഇനിയും അവരെന്നെ കളിയാക്കും. എൻ്റെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുവാ അമ്മേ. ഇനി എന്നെ കള്ളം പറഞ്ഞാൽ പറ്റിക്കരുത്. പറയമ്മേ, എനിക്ക് അച്ഛനുണ്ടോ? ശാലിനി സത്യമോളെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. പൊന്നു മോളെ, നിനക്ക് അച്ഛനെ കാണാനുള്ള ആഗ്രഹവും ഇഷ്ടവും ഒക്കെ ഈ അമ്മയ്ക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യമോളോട് പറയുക. ഒക്കെ പറയാനുള്ളൊരു സാഹചര്യം ഈ അമ്മയ്ക്ക് ഉണ്ടായില്ല. മോളെ ഒന്നും അറിയിക്കാനാവാത്ത ഒരവസ്ഥയിലാണ് അമ്മയുടെ ജീവിതം. ഇനി അതിപ്പം അമ്മ അതൊന്നും നോക്കുന്നില്ല. എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. എൻ്റെ മോള് കഴിഞ്ഞേ ഉള്ളൂ, എനിക്കിനി എന്തും. എൻ്റെ മോളുടെ അച്ഛൻ മോളുടെ അടുത്ത് തന്നെയുണ്ട്. എൻ്റെ മോളുടെ ഈ കൈ എത്തുന്ന ദൂരത്ത് എൻ്റെ മോളെ സ്നേഹിച്ചും ലാളിച്ചും എൻ്റെ മോളുടെ കൂടെ ഒപ്പമുണ്ട്. ഇത്രയും നാളും ആരെ പോലെ ആവണം തൻ്റെ അച്ഛനെന്ന് മോൾ ആഗ്രഹിച്ചോ, ഇത് തന്നെയാ മോളുടെ അച്ഛൻ. മോൾക്ക് വേണ്ടി ഒരു അച്ഛൻ്റെ കടമ പോലെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനും സ്നേഹപൂർവ്വം ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ കെട്ടിപ്പുണർന്ന് ഉമ്മ വയ്ക്കാനും ഈ അച്ഛൻ എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സത്യമോൾക്ക് മനസ്സിലായി വിഷ്ണുവാണ് തൻ്റെ അച്ഛനെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യമോളുടെ മനസ്സിൽ ഒരു സത്യവും അധികം നാളിരിക്കില്ല.
ഈ സത്യം എന്തുവായാലും എത്രയും പെട്ടെന്ന് സത്യഭാമയുടെ കാതിലും സത്യഭാമ അങ്ങനെ കൊച്ചുമക്കളെ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.